വെൽക്കം ടു ഇന്ദ്ര സ്പേസ്. കളപ്പുര ദ ഫാം ഹൗസ്, അതായത് ഒറ്റപ്പാലം മനശ്ശേരി ഭാഗത്തുള്ള കളപ്പുര ദ ഫാം ഹൗസിന് മുന്നിൽ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം നമുക്ക് ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരുപാട് നേച്ചറായിട്ടുള്ള പൂള്, ട്രീ ഹൗസ്. അതെ, ഏകദേശം 7.5 ഏക്കറോളം വരുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. അതെ, ചുറ്റും ഒരു കാലത്ത് പോത്തും മറ്റേ ഇതൊക്കെ കണ്ടല്ലോ, എന്താ പറയാ, കണ്ടം പൂട്ടൊക്കെ നടന്നിരുന്ന സ്ഥലമാണ്. ഏകദേശം 14-15ഓളം റൂമുകൾ ഇവിടെ ഉണ്ട് സ്റ്റേ ചെയ്യാനുള്ള. ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാടായാലും അങ്ങനെ ദൂരത്തുനിന്നായാലും നമ്മൾ വിചാരിക്കും ഇങ്ങനത്തെ ഒരു പ്ലേസിൽ ഇത്രയും ആൾക്കാർ വരുന്നുണ്ടോ എന്ന് വിചാരിക്കും. പക്ഷെ അല്ലേ, ഈ കുറെ സ്ട്രെസ്സിനൊക്കെ റിലീഫ് ആവാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പേസ്, കാരണം വേറെ പ്രശ്നങ്ങളൊന്നും അടുത്തൊന്നുമില്ല. കാരണം അടുത്തൊക്കെ നമ്മുടെ നാട്ടുപ്രദേശം പോലെ തന്നെ അതിനുള്ളിൽ ഒരു അടിപൊളി ഒരു സെറ്റപ്പ്, നമുക്ക് ശരിക്കും മൈൻഡ് റിലീസ് ചെയ്യാനുള്ള ഒരു പരിപാടി തന്നെയാണ്. അതേപോലെ തന്നെ അവിടെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്രീ ഹൗസ് ഉണ്ട് പറഞ്ഞു. അതുപോലെ ഒരുപാട് പെറ്റ്സിനെ വളർത്തുന്നുണ്ട്. അതെ, പെറ്റ്സ് ഉണ്ട്. പിന്നെ കുതിര ഉണ്ട്, 2-3 കുതിര ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോൾ കോർട്ടുകളൊക്കെ വരുന്നുണ്ട് തോന്നുന്നുണ്ട്. അതൊക്കെ പിന്നെ അതേപോലെ ആ ഭാഗത്ത് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഒന്ന് ഉള്ളിലേക്ക് പോവാം. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയൊരു സ്പോട്ടാണ് ഇവിടെ. ഭയങ്കര സൈലൻസ്, ഈ സിറ്റി ലൈഫ് എന്നൊക്കെ മാറി ഇതുപോലൊരു സ്ഥലത്ത് വരുമ്പോൾ വല്ലാത്തൊരു ആംബിയൻസും നമ്മുടെ മൈൻഡ് ഇങ്ങനെ റിലാക്സ് ആയി മാറും. ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ഈവനിങ് ടൈമിൽ ഇതുപോലെയൊക്കെ ഇരിക്കുമ്പോൾ അത് വേറെ തന്നെയാണ്. പല കോർണറുകളിലായിട്ട് ഇരിക്കാനുള്ള സെറ്റപ്പുകൾ അവർ അധികം ചെയ്തു വെച്ചിരിക്കുന്നു. ഔട്ട്ഡോർ ഒരു രക്ഷയില്ല. അതെ, നേരത്തെ നമ്മൾ കണ്ട ആ സ്ഥലത്തുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടേബിളൊക്കെ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഫുഡോ കോഫിയോ കുടിക്കുന്ന ടൈപ്പിലുള്ള സെറ്റപ്പ് സ്കൈ ഒക്കെ കണ്ട് ഭയങ്കര രസമായിരിക്കും. ഇതാണ് നമ്മുടെ റിസോർട്ടിന്റെ മെയിൻ എൻട്രൻസ്, പടിപ്പുര. അതെ, യെസ്, ആ സൈഡിൽ മെയിൻ ഗേറ്റ് ഉണ്ട്. ഇത് ഇവിടെ പടിപ്പുരയായിട്ടുള്ള സെറ്റപ്പും ശരിക്കും ആ ഒരു ഹെറിറ്റേജ് ലുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ തറവാടുകളുടെ സത്യം പറഞ്ഞാൽ നമുക്ക് പണ്ടത്തെ തറവാട്ടിലേക്ക് പോകുന്ന സെയിം ഒരു ഫീൽ തന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ സത്യം പറഞ്ഞാൽ കിട്ടുക. കാരണം എല്ലാം നമുക്ക് നോക്കുകയാണെങ്കിൽ അത്രയും നേച്ചറായിട്ട് അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് എന്തായാലും ഉള്ളിലത്തെ റൂംസും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി നോക്കാം. ട്രീ ഹൗസിലേക്കുള്ള വഴി തന്നെ ഒരു അഡ്വഞ്ചർ ആണല്ലോ. ഇതാണോ മെയിൻ വഴി അറിയില്ല. നമുക്ക് എന്തായാലും കയറി നോക്കി നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല ഗൈസ്. അവിടെ ഒരു നൈസ് സെറ്റപ്പിൽ ട്രീ ഹൗസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നത്ര വലിയ റൂംസ് അല്ലെങ്കിൽ കൂടിയും അല്ലേ, ഇതന്നെട്ടോ ഇപ്പൊ ക്ലോസ്ഡ് ആണ്. കണ്ടില്ലേ, നൈസ് സെറ്റപ്പ് ആണ്. നമുക്ക് ശരിക്കും ഒരു ഇപ്പൊ ഫ്രണ്ട്സ് ആയില്ലേ വന്ന് നമുക്ക് അടിപൊളി സെന്ററൊക്കെ അടിച്ച് സെറ്റപ്പ് ആയിക്കാൻ സ്ഥലം. ഇങ്ങനെ ഏതൊരു സിനിമയില് മോഹൻലാൽ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടോ ട്രീ ഹൗസ് വരുന്നേ. എന്തോറും അതിന്റെ ഒരു ഇത് കൂടും പറഞ്ഞല്ലോ. സത്യം, ഇതൊരു രാത്രി വെച്ചപ്പോ നല്ല രസമായിക്കോട്ടെ. കാരണം ഇവിടെ എ സിയും ഈ ചെറിയ ട്രീ ഹൗസ് വരെ എ സിയും വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ റൂംസിലും എ സി കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സത്യം, ഇത് കുറച്ചൊരു ഇടുങ്ങിയ വഴിയാണ് എന്നാലും പക്ഷെ അത് വേറൊരു എക്സ്പീരിയൻസ്, അത്ര മാത്രമേ പറയാനുള്ളൂ. നമുക്ക് ബാക്കിൽ തന്നെ കുതിരയെ കാണാം. ഇല്ല, നേരത്തെ പറഞ്ഞ 3-4 കുതിര ഇവിടെ ഉണ്ട്. അതേപോലെ ബേർഡ്സ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, ധാരാളം പെറ്റ്സ് ഉണ്ട്, കാളുണ്ട് അല്ലേ. ഇതിന്റെ അകത്താണ് പെറ്റ്സിനെ എല്ലാവരും വളർത്തുന്നത്. അതിനായിട്ട് പണിക്കാരെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലങ്ങൾ നല്ല ഉണ്ട്. ഒരുപാട് പെറ്റ്സ് ഉണ്ട്, അരയന്നം, കോഴി, ഡോഗ്സ് എല്ലാം. ട്രഡീഷണൽ ആർക്കിടെക്ചറിലുള്ള ഒരു ഇന്റീരിയർ ആയതുകൊണ്ട് തോന്നുന്നില്ല. ടെമ്പറേച്ചർ ഒക്കെ അല്ലേ പുറത്ത്. അതേപോലെ തന്നെ എല്ലാം
മാനിന്റെ ഹെഡ് ആയാലും ഒക്കെ ഫുള്ള് കാർവ് ചെയ്തിട്ടുള്ള സാധനങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറെ ആന്റിക് ആയിട്ടുള്ള പീസുകളും അതേപോലെ എല്ലാം നമുക്ക് പക്ക ഇപ്പൊ പഴയൊരു വീടിന്റെ സെറ്റപ്പ് തന്നെ. പക്ഷെ എല്ലാം അതെ അതേ ഒരു ഫീലാണ്. കാരണം എല്ലാം നമ്മുടെ മരത്തിൽ പണിത സാധനങ്ങൾ മൊത്തം, അല്ലാതെ നമുക്ക് വേറെ ഒരു അഡീഷണൽ ആയിട്ട് കാണുന്ന റൂഫ് ആയാലും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ചെയർ ഇവിടെ ഒക്കെ നമുക്ക് പിന്നെ പുറത്തേക്കുള്ള ഒരു മീൻസ് എല്ലാം നമുക്കൊരു പഴയ ഒരു മനയിൽ കാണുന്ന അതേ ഒരു സെറ്റപ്പ് തന്നെ. ഉള്ളും ഇതിനെക്കാട്ടും മനോഹരമാണ്. എസ്പെഷ്യലി റൂംസ് കാണാനെല്ലാം മനോഹരമാണ്. നമുക്ക് കയറി വന്ന് നേരെ കാണുന്ന റിസപ്ഷൻ കാര്യങ്ങളൊക്കെ അതെ ടൈൽ വർക്കും കാര്യങ്ങളും എല്ലാം സത്യം പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു 1-2 ദിവസം നമുക്ക് സ്റ്റേ ചെയ്താലും നമുക്കൊരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീൽ. അല്ലെങ്കിൽ നമ്മൾ പുറത്തൊക്കെ ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ആ റൂമിൽ നിന്ന് ജസ്റ്റ് നമ്മൾ പുറത്തേക്ക് പോകാം. ഇത് നമുക്ക് പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളൊരു വീട്ടിൽ ഫ്രീ ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അതേപോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ നമുക്ക് വീട്ടിന്റെ ഹോളിൽ ഇരിക്കുന്ന പോലെ സെറ്റപ്പ് പുറത്തേക്ക് നടക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ്. നമ്മൾ നേരത്തെ ആ ഫോട്ടോ വെച്ച ആ പ്ലേസ് ഉണ്ടല്ലോ, അത് ശരിക്കും പണ്ടൊരു തൊഴുത്തായിരുന്നു എന്നാ പറഞ്ഞത്. കാരണം അത് അങ്ങനെ അടിപൊളി ബിൽഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തൊഴുത്താൽ നമുക്ക് അല്ലെങ്കിൽ തോന്നില്ല തൊഴുത്തിനെ മറ്റേ ഇങ്ങനെ ഒരു ഫീൽ, അങ്ങനത്തെ ഒരു ഫീൽ കിട്ടുന്നതന്നെയല്ലേ ശരിക്കും. അവിടെ കുറെ ഫോട്ടോ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ഓണർ ആ ചേട്ടന് ഡോഗ് ഇഷ്ടം കാരണം കുറെ നമുക്ക് കോമ്പറ്റീഷനിൽ കാര്യങ്ങളൊക്കെ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലേ അങ്ങനെ കുറെ ഈ കാണുന്ന സ്ഥലത്താണ് ആദ്യം പോത്തോട്ട് ഓടിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫാദർക്ക് പണ്ട് ഇഷ്ടം പോലെ അല്ലെ 13ഓളം ആനകള് ആണ്. അതെ. അപ്പൊ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് കുറെ കാര്യങ്ങള് അറിയാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് അതെ അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്. ഇവിടെ 4-5 അതെ ഗസ്റ്റ് താഴത്തുണ്ട്. നമ്മൾ അതായത് ഹോളിലേക്ക് ഒന്ന് ഇപ്പോൾ പോവാൻ കുറച്ച് അവർ ഫുഡ് കഴിക്കാൻ സമയമാണ്. അപ്പം നമ്മൾ പോകുന്നത് ശരിയല്ലല്ലോ. സോ ഇവിടെയും ടോപ്പിലും കണ്ടില്ലേ 4-5 റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഏതെങ്കിലും റൂംസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കാം. പല 2-3 ഫോറിനേഴ്സ് വരെ വന്നിട്ടുണ്ട് പറഞ്ഞു കേട്ടോ. നമ്മളും അത് അതിശയിച്ചു പോയി. കാരണം ഈ ഇവിടേക്ക് ഒരു ഫോറിനേഴ്സ് ഒക്കെ വരിക പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫോറിനേഴ്സ് വരുന്നതുകൊണ്ടല്ല, നമ്മള് കഴാമണ്ഡലം സ്ഥലത്തൊക്കെ വരുന്നത് ഒരു കോമൺ ആണ് കാര്യം. പക്ഷെ ഇവിടെ ആളുകൾ അറിഞ്ഞു വരുന്നത് അതെ എന്തിനു വരുന്നു എന്നുള്ളൊരു സാധനം ചോദിച്ചിട്ടുണ്ടല്ലോ ഇവിടെ എന്ത് കാണാൻ വേണ്ടിട്ട്. ഇത്രയും വലിയ ഏക്കർ സ്ഥലമാണ്. അതേപോലെ തന്നെ ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും ടോപ്പ് റേറ്റഡ് റിസോർട്ട്സ് അല്ലെങ്കിൽ ഇൻ ഒറ്റപ്പാലം എന്നൊക്കെ കൊടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് കാണിച്ചത് അല്ല ഞാൻ തമാശ പോലെ നിങ്ങൾക്ക് നോക്കി നോക്കട്ടെ. നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ട് ഹൈപ്പ് കൊടുക്കുന്നതല്ല, നിങ്ങൾക്ക് നോക്കിയത് തന്നെ ഫസ്റ്റ് കാണുന്നത് ഇവരുടെ നെയിമും ഏകദേശം 4.9 റേറ്റിംഗ്സും കിട്ടുന്നുണ്ട്. അപ്പൊ അത്യാവശ്യം 776 റിവ്യൂസും ഉണ്ട്. അപ്പൊ അത് ജെന്യൂൻ റിവ്യൂസ് ആണ് കുറെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുള്ള കാര്യം തന്നെയാണല്ലോ. ഞങ്ങളും അല്ലേ നമ്മുടെ വണ്ടിയുടെ ഒരു വീഡിയോ ആയിട്ട് വന്ന് ഇഷ്ടപ്പെട്ടപ്പോൾ നമുക്കിത് ചെയ്യാൻ താല്പര്യമില്ല. ഞങ്ങൾ വേറൊരു കാര്യത്തിനോട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിത് തെരഞ്ഞൊന്നല്ല, നമുക്കിങ്ങനെ ഒരു വണ്ടിയുടെ ഷൂട്ടുകാരെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഓക്കെ ആണ് ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അവര് സിമ്പിളായിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഞങ്ങള് ഇതൊരു വ്ലോഗ് പോലെ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യമാണ്. ഇവിടെ എല്ലാം ഒരുപാട് റൂംസ് ആണ് പല സ്ഥലങ്ങളിലായിട്ട്. 1, 2, 3 ഇവിടെ തന്നെ 3 റൂമുകളാണ് വരുന്നത്. ഇവിടെ പുറത്തും ഇരിക്കാനുള്ള ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു റൂം കണ്ടു നോക്കാം. ഇത് ഒരു റൂമാണ് കേട്ടോ. സെറ്റപ്പ് കണ്ടില്ലേ, നമ്മൾ താഴെ കണ്ട അതേപോലത്തെ ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതും കണ്ടില്ലേ ഫുള്ളി അല്ലെ പണ്ടത്തെ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീല്. കാരണം ഇവിടെ ഹൈറ്റുള്ള അതെ അത്. പിന്നെ നമുക്ക് ഈ ഡ്രസ്സിംഗ് ഷെൽഫ് കാണാൻ നോക്കി നോക്കൂ. ഹാങ്ങേഴ്സ് വരെ മരത്തിന്റെ പിടി കൊണ്ടാണ്.
വളരെ TV കാര്യങ്ങളുണ്ട്, AC ഉണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും വളരെ ക്ലീൻ ആയിട്ടാണ്. അതെ. അത് പിന്നെ ട്രഡീഷണൽ വിത്ത് ഒരു മോഡേൺ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 ഭാഗം ട്രഡീഷണലും പിന്നെ മോഡേൺ ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കാരണം രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷെ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇവിടെ സ്റ്റാഫ്സ് ആയാലും എല്ലാം പ്രൊഫഷണൽസ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് AC കാര്യങ്ങളുണ്ട്, ഫാൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പുറത്തേക്ക് ഒരു ബാൽക്കണി പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ട്, കണ്ടില്ലേ? അടിപൊളി. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലും അതിനായിരിക്കും അതിനേക്കാട് സുഖം വെച്ചാൽ ഇവിടെ കിട്ടൂട്ടാ. പുറത്ത് വേറെ എവിടെയോ വന്ന പോലെ ഞങ്ങളിപ്പോ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാൻ ഒരു പ്ലാൻ ഒക്കെ ഇട്ടുണ്ട് ഇവിടുന്ന് സ്റ്റേ ചെയ്യാനുള്ളത്. അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് ആകെ 10 ലെവല് ഓൾമോസ്റ്റ് 5-6 കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക്. പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം ട്രിപ്പ് പോകാൻ പുറത്തു പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ എന്തിനാ കറക്റ്റ് ആവശ്യം, നമുക്ക് എല്ലാം റിലാക്സ് ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് ഇവിടെ എൻജോയ് ചെയ്യാൻ അടിപൊളി വൈബായിരിക്കും എന്തായാലും. കാരണം ഇവിടെ രാത്രി ഇരിക്കാനും വേറെ വൈബായിരിക്കും. ഇവിടുന്ന് ആ എൻട്രൻസ് വരയ്ക്കുള്ള വ്യൂ ഈ ഒരൊറ്റ സെസ്സിൽ കിട്ടുന്നുണ്ടല്ലേ? സത്യം പറഞ്ഞാൽ ഇത് ബാക്കിലോട്ട് നോക്കുമ്പോൾ ശരിക്കും ഒരു കാർഡ് സെറ്റപ്പ് തോന്നുന്നില്ല. കാരണം ബാക്കോട്ട് നോക്കുമ്പോൾ ഒരു അങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഇങ്ങോട്ട് നമുക്ക് ഇഷ്ടംപോലെ നടന്നു പോവാം. നേരെ ഒരു 100-300 മീറ്ററേ ഉള്ളൂ നമ്മുടെ ഹൈവേയിലേക്കുള്ളൂ. അത് പറയാൻ പറഞ്ഞു. നമ്മുടെ ഷൊർണൂരിൽ നിന്ന് ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ മണിശ്ശേരിയിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് പോകുന്നുണ്ട്. ഏകദേശം KM ഓഡിറ്റോറിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് വഴി വരുന്നത്. അവിടുന്ന് ഏകദേശം ഒരു 10-200 മീറ്റർ കഷ്ടിമത്തിന് നമുക്ക് നമ്മൾ നേരത്തെ വീഡിയോന്റെ ഫസ്റ്റ് കണ്ട പോലെ കളപ്പുര എന്നൊരു ബോർഡ് കാണാൻ പറ്റും. അതാണ് എൻട്രൻസ് വരുന്നത്. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് എത്താൻ പറ്റും. സോ എന്തായാലും എല്ലാവരും ഇവിടെ അടുത്തുള്ളവരാണെങ്കിൽ ഒന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു വട്ടം വിസിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ എപ്പോഴെങ്കിലും ഫ്രീ ടൈം ആകുമ്പോൾ നമുക്ക് വല്ലാതെ ദൂരം പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ഈ മൂന്നാറും ഊട്ടി നമുക്ക് തണുപ്പ് ഓഫ് കോഴ്സ് ഓക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു വൈബും കൂടി നമുക്ക് നോക്കി നോക്കാമെന്ന് മാത്രം. വരുന്ന വഴി എൻട്രൻസിൽ കണ്ട ഗ്രൗണ്ട് പോലെ ഒരു പാടം കണ്ടില്ല? അവിടെ പണ്ട് നടന്ന ഈ പോത്തിനെ വെച്ചുള്ള പോത്തൂട്ട് നടന്നിരുന്ന വിഷ്വലാണ് ഇത്. ആ കാലത്ത് ഭയങ്കര ഒരുപാട് ആളുകൾ വന്ന് തടിച്ചു കൂടിയിരുന്നൊരു ഇത് കാണാം നമുക്ക്. അതിന്റെ പ്രൈസുകളാണ് ഇത്. നമ്മുടെ ഈ കളപ്പുരയുടെ ഓണറായിട്ടുള്ള ഗോവിന്ദേട്ടന്റെ ഫാദറിന് കിട്ടിയിട്ടുള്ള സമ്മാനമാണ്. ചലഞ്ചപ്പെട്ട കിട്ടിയ സമ്മാനം. നല്ല വെയിറ്റ് ഉണ്ട്. നമുക്ക് പൊക്കാനൊന്നും കഴിയില്ല. ഈ ആനകളൊക്കെ ഇതാണ് ആദ്യമായിട്ട് വാങ്ങിയ ആനയെന്ന് തോന്നുന്നു അല്ലെ പറഞ്ഞത്. അപ്പൊ കളപ്പുര ദ ഫാം ഹൗസ് ഈ സ്ഥാപനത്തിന്റെ ഓണറായ ഗോവിന്ദന് നമുക്ക് കൂടുതൽ ചോദിച്ചു നോക്കാം എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. കാരണം ഞാനും നേരത്തെ അവനും വ്ലോഗ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു ഞങ്ങളിപ്പോ നേരത്തെ മുകളിൽ പോയിട്ട് റൂമിലൊക്കെ ഇരുന്നപ്പോൾ ബാൽക്കണിയിലൊക്കെ പോയിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇതായിട്ട് പറയല്ല, ശരിക്കും നമുക്കൊരു വീട്ടിലിരിക്കുന്ന ഒരു ഫീൽ ആയിരുന്നു. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കിപ്പോ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് റൂം എടുക്കാം, പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് പോകുന്നു ഓക്കെ. പക്ഷെ നമുക്ക് ഇപ്പൊ ഒരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ കൂടെ നമുക്കിപ്പോ ഊട്ടി മുനര ഒക്കെ ഓഫ് കോഴ്സ് നമ്മൾ സ്ഥലത്ത് പോകണം. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിനടുത്ത് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു നമുക്ക് എന്നാൽ വീട്ടിൽ നിൽക്കുന്ന അതേ ഒരു ഫീല് തന്നെ നമുക്ക് റൂമിൽ നേരെ നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് എനിക്ക് വന്നപ്പോൾ എനിക്ക് എസ്പെഷ്യലി ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നിയിരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും നമുക്കത് ഗോവിന്ദാനെ ചോദിച്ചോക്കാം ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു സ്പോട്ടിൽ കൊണ്ടുവരാൻ ഉള്ള ഒരു മൈൻഡ് ഓഫ് കോഴ്സ് അത് അടിപൊളിയാണ്. പക്ഷെ നമുക്ക് ചോദിച്ചോക്കാം ഡീറ്റെയിൽ ആയിട്ട് ചേട്ടാ. അപ്പോ എന്തുകൊണ്ടാണ് എനിക്ക് സത്യം നമുക്ക് വീട്ടിലിരിക്കുന്ന അങ്ങനത്തെ ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നിയിരിക്കുന്നുണ്ട്. ഞാൻ തമാശ പറയല്ല, എനിക്ക് മുകളിൽ റൂം പോയിട്ട് ആ ബാൽക്കണി പിന്നെ ഇവിടെ താഴ്ത്തുന്ന ആണ് എനിക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനത്തെ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഉള്ളിൽ കയറി നിന്നിട്ട് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ റൂം കയറി നിന്നിട്ട് അതിന് നേരെ ബാൽക്കണി പോയി ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിപ്പോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്ത് പോകണമെങ്കിൽ പുറത്ത് പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി. എന്തിനാ പറഞ്ഞ എത്ര ദൂരം പോകുന്നത്? അത് ഇവിടെ നമുക്ക് ഇൻവെസ്റ്റ് നമുക്ക് ഇവിടെ അടിപൊളി താമസിക്കാം. ഞാൻ അത് ഏറ്റവും കേട്ടോണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ എന്നോട് പറയും ചേട്ടാ ഇത് ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയണില്ലല്ലോ. കാരണം എത്രയോ ട്രാവൽ ചെയ്ത് പോയാലും ഞങ്ങൾക്ക് കിട്ടുന്ന സാധനങ്ങൾ ഇതാണ്, മൂന്നാറാണെങ്കിലും തേക്കടിയാണെങ്കിലും. അപ്പൊ ഇത് ഞങ്ങൾക്ക് ഒരു ദിവസം ഈ ട്രാവലിങ്ങിന്റെ സമയം ലാഭിക്കുകയും ചെയ്യാം, അതേ സാധനം കിട്ടുകയും ചെയ്യാന്ന് തോന്നുന്നു. അത് ആൾക്കാരുടെ ഒരു ഇഷ്ടം. എന്നോട് നേരത്തെ ചോദിച്ച സാധനം ആ കോൺസെപ്റ്റ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഇത് കോൺസെപ്റ്റ് ഞാൻ കൊണ്ടുവന്നതല്ല. ഇത് എന്താ പറയാ ഓൾറെഡി അതിൽ മെറ്റീരിയൽ ഉള്ളതാണ്. അതായത് ഇപ്പൊ കളപ്പുര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ കളമായിരുന്നു അത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഒരു കോൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഞാൻ ശ്രമിച്ചത് എന്താ വെച്ചാൽ ആ ഉള്ള കോൺസെപ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ നോക്കാനാണ് ഞാൻ ശ്രമിച്ചത്. ക്ലിയർ തനിമ നഷ്ടപ്പെടാതെ. എക്സാക്ട്ലി. ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമുക്കിപ്പോ വേറെ ഏത് രീതിയിലേക്ക് ഇത് പണിത് കൊണ്ടുപോകാം, പക്ഷെ അതിനെക്കാട്ടിലും ഏറ്റവും വലിയ സ്ട്രഗിൾ ആയിരുന്നു ഈ ഉള്ള പഴമയിൽ നിന്നും കഴിയാതെ കുറച്ചും കൂടി പഴമേനെ ഇതിനെ എങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുമോ നോക്കലൊരു നല്ലൊരു ടാസ്ക്. വളരെ ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് അല്ല, ഇതിപ്പോ ഒരു ചുമരെടുത്ത് നോക്കുമ്പോ തന്നെ അതില് പഴയ എലിയും ഇതും തുറന്നിട്ട് അതും ഒരു ഇതൊക്കെ നശിപ്പിച്ച് അതിനെ അതേമാതിരി ഇതിനോട് ചേർന്ന സാധനങ്ങൾ വെച്ച് നിലനിർത്തി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇടയ്ക്ക് പലരും ചോദിച്ചിട്ടുണ്ട് തങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ മതിയായിരുന്നു, അതല്ലേ ഏറ്റവും ലാഭം. പക്ഷെ എന്റെ ഉള്ളിലുണ്ടായിരുന്നു നമ്മുടെ കാരണവന്മാരുടെ ഇതിൽ നിലനിൽക്കണം. അവരുടെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോ കിട്ടുന്ന ഫീലുകൾ എന്താന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ് കാര്യം. അല്ലെങ്കിൽ ഇപ്പൊ മറ്റത് എന്തും ചെയ്യാലോ, നമുക്ക് കല്ലും കട്ടയും ചുമരും ആർക്കും എന്തും ചെയ്യാം. അതിനകത്തൊരു ജീവൻ വരിക എന്ന് പറയണത് എല്ലാപ്പോഴും സാധിക്കുന്ന കാര്യം. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാ നമ്മൾ ഇത്ര ലോങ്ങിലേക്ക് പോകുന്നത്, ഇവിടെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഫീൽ അല്ല. നേരെ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഏത് പ്രോപ്പർട്ടിയിൽ പോയാലും നിങ്ങളിപ്പോ ഇതൊക്കെ നടന്നുണ്ടല്ലോ, ഏത് പ്രോപ്പർട്ടിയിൽ പോയാലും നമുക്കിപ്പോ അങ്ങനെ പറ്റും. അല്ല, ഇപ്പൊ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതെല്ലാം ലക്ഷറി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഏതൊരു സാധനം വെച്ചാൽ നിങ്ങൾ പറഞ്ഞ റൂം, പാർക്കിംഗ്, ലോബി, റെസ്റ്റോറന്റ്, അല്ലെങ്കിൽ അവിടെ ഇതുണ്ടെങ്കിൽ അത്ര ഇത് അതെല്ലാം അതൊന്നൊരു കോൺസെപ്റ്റ് ഒന്ന് മാറി ഞങ്ങൾ എന്താണോ ആസ്വദിക്കുന്നത് അത് മറ്റുള്ളവർ ആസ്വദിക്കണം. സിമ്പിൾ സാധനം, വളരെ ഓർഗാനിക് ആണ്. എക്സാക്ട്ലി. കാരണം ഇപ്പൊ നമ്മളൊരു വീട്ടില് നിങ്ങളുടെ ഇപ്പൊ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്താ എന്നെ ഇരുത്തും, ചായ തരും, അതിപ്പോ നിങ്ങൾ എന്റെ കൈയും കാശും നോക്കിയിട്ടല്ല, അത് നിങ്ങളുടെ മര്യാദയാണ്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഒരു എനർജി ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ വിജയിച്ചു, ഈ പ്രകൃതി വിജയിച്ചു. അതാണ് അതിന്റെ സത്യം. വളരെ സിമ്പിൾ ആയിട്ടാണ്. അതാണ്, അല്ല അത്രേ ഉള്ളൂ. അതിന് ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് കുറെ ജാർഗൺസ് ഒക്കെ വെച്ചാൽ അതും ഇതൊക്കെ പറയാം, പക്ഷെ എന്നിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് കിട്ടുന്ന എന്താണോ? പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആരാ ട്രാവൽ ചെയ്യാത്തത്, ആരൊക്കെ വിവരമില്ലാത്തത്, ആരൊക്കെ അനുഭവങ്ങളില്ലാത്തത്, ആരും നമുക്ക് പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. അവരുടെ മനസ്സിന് തൃപ്തിയായാൽ മാത്രമേ. ഞാൻ നേരത്തെ റിവ്യൂസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും ഇപ്പൊ നമ്മള് ചോദിക്കും ഒരു വാക്ക്. പക്ഷെ ഇപ്പത്തെ കാലത്ത് നിങ്ങളിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇപ്പൊ ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയും ചിലപ്പോ. പിന്നെ വീട്ടിൽ പോയി ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ റിവ്യൂ എഴുതണമെങ്കിൽ അവിടെ എന്തെങ്കിലും നമ്മള് ഒരു മാർക്ക് വിട്ടിട്ടുള്ളേ. എനിക്ക് അതിനോട് ഇവിടെ വന്നുള്ളവരോടൊക്കെ എനിക്ക് ഭയങ്കര കൃതജ്ഞതയാണ്. കാരണം അവരത് കറക്റ്റ് ചെയ്ത്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പലരും ഇങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ലാത്ത ഇവിടെ അത് ഈ ഇവിടുത്തെ ഏറ്റവും ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിപ്പോ ലിങ്ക് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പക്കാർക്ക് ഹെറിറ്റേജ്, ഒരു ഇപ്പൊ എന്റെ ഏജ് മധ്യവയസ്കൻ, അവിടുന്ന് ഇങ്ങോട്ട് മുതല് നൊസ്റ്റാൾജിയ. പഴയ അമ്മമാര് വയസ്സായവർക്ക് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ വീടായി മാറാൻ. ഇവിടെ ചിലപ്പോ ഞാൻ അങ്ങനത്തെ ഗസ്റ്റ് വരുമ്പോ ഉണ്ടെങ്കിൽ കാണിക്കുക ആ പടിയുമ്പില് കാര്യം നീട്ടി വെച്ചിരിക്കുമ്പോ ചിലപ്പോ നമുക്ക് കയറി വരുമ്പോ തോന്നും ഈശ്വര അത് നമ്മൾ അവരുടെ വീട്ടിലേക്ക് കയറി വന്ന് അങ്ങനെ അവര് ആ കംഫർട്ട് ആവാണ്. അത് ഭയങ്കര സുഖമാണ്. കാരണം നമ്മളൊരു സാധനം ഉദ്ദേശിച്ചിട്ട് അത് അതേ അർത്ഥത്തിൽ അത് വന്നു ഭവിക്കാന്ന് പറയുമ്പോ ഭാഗ്യാണ്. ഭാഗ്യാണ്. അല്ലാതെ ഇപ്പൊ മുഴുവൻ എല്ലാവരും ഇപ്പൊ എല്ലാം ചെയ്യുന്നത് നന്നാവണമെന്ന് വെച്ചിട്ടല്ലേ, ആരും ഞാൻ മോശമാണെന്ന് വിചാരിക്കില്ല. പക്ഷെ ആ ഉദ്ദേശിച്ച സാധനം വരുമ്പോ അതെന്താ വെച്ചാൽ ഇവിടുത്തെ പ്രകൃതിയോ വേറെ എന്തോ ശക്തികൾ നമുക്ക് അതിന് കൂടെ നിൽക്കുന്നുണ്ട്. അത് വരുന്നവർക്ക് അത് അനുഭവിക്കാനും പറ്റും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തന്നത്. വളരെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു മെയിൻറ്റെയിൻ ചെയ്തതിന് നമുക്ക് കാണാനൊരു അവസരം കിട്ടിയതിനും ഗോവിന്ദനോട് വലിയൊരു നന്ദി പറയാണ്. എല്ലാവർക്കും ആർക്കും എപ്പോ ആണെങ്കിലും ഇവിടെ വരാം. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും ഈ വളരെ ഇഷ്ടപ്പെട്ടു, ഈ ഫാം ഹൗസ് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ പോവാൻ തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ഈവനിങ് ആയി, ഏകദേശം ലൈറ്റ് ഒക്കെ പോകാൻ തുടങ്ങി. നമ്മൾ ഏകദേശം നമ്മുടെ എപ്പിസോഡ് ഞങ്ങൾ എല്ലാം എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഓൾമോസ്റ്റ് 6:15 സമയം. പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. കാരണം ടൂറിന്റെ ചെറിയൊരു സീൻ ഉണ്ടെങ്കിൽ കൂടിയും വൈകുന്നേരം ആകുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ അല്ലെങ്കിൽ വൻ മൂഡാണ്. കാരണം എല്ലാ ലൈറ്റും എല്ലാം ആംബിയൻസ് ആണ്. അതെ, ആംബിയൻസ് അടിപൊളിയാണ്. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അതെ, ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.